ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിപ്പോ അവനിനി എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്ത് കാണുമോ? ശരവണൻ ആന്റിയുടെ കുടുംബം എന്ന് പറഞ്ഞ ജീവന. ആ കുടുംബത്തെ ദ്രോഹിക്കുന്നവനെ അവൻ വെറുതെ വിടില്ല. ആരും ഇല്ലേ ഇവിടെ? മോളെ, ആ മോളെ, സുജാത ഇതുവരെ വന്നില്ലേ? ഇല്ല മാവാ. പിന്നെ നീ എന്തിനാ ഇവിടെ ഈ വൈകുന്നേരത്തും ഒറ്റയ്ക്ക് നിൽക്കുന്നേ? മേലോട്ട് വരാമല്ലായിരുന്നോ? നിത്യ, അത് ദേ വന്നു സുജാത. ശരവണൻ ഇവിടെ. ശരവണൻ മാർക്കറ്റിൽ പോയതാണല്ലോ. അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, മാർക്കറ്റിൽ പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ല, ശരവണനെ അല്ലേ ഞങ്ങള് കണ്ടായിരുന്നു. അല്ല, എവിടെ വെച്ച്? അല്ല, ഞാനും ഹരിയും പുറത്തോട്ട് പോയപ്പോഴേ അവനൊരു സൈക്കിളിൽ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സംശയം തോന്നി ഞങ്ങൾ അവനെ വിളിച്ചായിരുന്നു. പക്ഷെ അവൻ നിന്നില്ല. അല്ലോടാ? സൈക്കിളിലോ? ശരവണൻ അതിനെവിടുന്ന സൈക്കിൾ? അല്ല, അത് തന്നെയാ എനിക്കും സംശയം തോന്നിയത്. സൈക്കിളിന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് ശരവണൻ തന്നെയാ. എനിക്കതില് യാതൊരു സംശയമൊന്നുമില്ല. ഇല്ലടാ, നിനക്കൊന്നും തോന്നിയില്ലേ? ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ഇവനിത് എങ്ങോട്ടാ പോയത്?
അമ്മേ, അമ്മ ശരവണ്ണനോട് വേറെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിരുന്നോ? ഇല്ല. മാർക്കറ്റിൽ പോയി കത്തി മൂർച്ച വെപ്പിക്കാൻ പറഞ്ഞിരുന്നോ? ഇല്ല മോളെ. എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? ഇന്നമ്മ പുറത്തു പോയില്ലേ, അപ്പൊ ഞാൻ ഇവിടേക്ക് വന്നിരുന്നു. അപ്പൊ ശരവണനൊരു കത്തി പൊതിഞ്ഞെടുക്കുന്നത് കണ്ടിരുന്നു. അല്ല, ഇതെന്താ ശരവണന്റെ കയ്യില്? ഇത് കത്തിയമ്മ. കത്തിയോ? ஆமா, 2 நாள் முன்னாடி சுஜாதாவை கத்தி காய்ச்சணும் சொல்லியாச்சு. நான் அது மறந்து போயாச்சு. இப்ப மார்க்கெட்டில் போனோம், அதை எடுத்து போலான்னு வச்சேன். ശരവണന്റെ അപ്പോഴത്തെ ഭാവം അത്ര നന്നായിരുന്നില്ല. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇനി ശത്രു വരില്ലെന്നൊക്കെ വലിയ ഉറപ്പോടെ പറയുകയും ചെയ്തു. அம்மா, இங்க நான் இருக்கும்போது எவனாவது சுஜாதாமை என்ன செய்ய முடியும்? அப்படி நடந்தா சரவணன் உயிரோட இருக்காதம்மா. இப்ப இருக்கிற எல்லா பிரச்சனவும் முடிய போறது, சீக்கிரம் முடிய போறது. நிம்மதியா இருமா. ഇതിപ്പോ അവനിനി എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തു കാണുമോ? ശരവണൻ ആന്റിയുടെ കുടുംബം എന്ന് പറഞ്ഞ ജീവനാ. ആ കുടുംബത്തെ ദ്രോഹിക്കുന്നവനെ അവൻ വെറുതെ വിടില്ല. ഇനിയിപ്പോ അവനെങ്ങാനും ജീവന്റെ പുറകെ പോയിരിക്കൂ. സദാനന്ദേട്ടനെ അവൻ കൊന്നത് ശരവണനാണല്ലോ നമ്മളോട് പറഞ്ഞത്. അതിന്റെ വൈരാഗ്യം ശരവണനോട് ജീവന്റെ മനസ്സിലുണ്ട്. അയ്യോ ഈശ്വര, അവൻ അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയത്. ഹരി, എന്തൊക്കെ ചെയ്യാ? ഒന്ന് അന്വേഷിക്കണ്ടേ? അല്ല, എവിടെയാണെന്ന് വെച്ചിട്ടാടോ? ഈ ജീവൻ ഉണ്ടാവുന്ന നമുക്കറിയാവുന്ന ഏക സ്ഥലം ജെആറിന്റെ ഓഫീസ്. അല്ല, ഈ രാത്രിയൊക്കെ ഇനിയിപ്പോ അവിടെ തുറന്നിരിക്കോ? അല്ല, വേണമെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഏയ്, അവിടെ ഒന്നും ഇപ്പൊ ആരും ഉണ്ടാവില്ല. നമുക്ക് സുജാതയെ കുറച്ചു നേരം നോക്കാം. എന്നിട്ടും കണ്ടില്ലെങ്കിൽ വണ്ടിയെടുത്ത് പുറത്തു പോയി നോക്കാം. എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാ എനിക്ക് ശരവണൻ. അവൻ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ